Active population refers to the number of people per square kilometer area. എല്ലായിടത്തും ജനസാന്ദ്രത ഒരുപോലെയാണോ? നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നു. വെസ്റ്റ് ബംഗാൾ, ബീഹാർ, അതോടൊപ്പം നമ്മുടെ കേരളം മുതലായ സംസ്ഥാനങ്ങളിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുകയും അതോടൊപ്പം തന്നെ അരുണാചൽ പ്രദേശ്, സിക്കിം മുതലായ സംസ്ഥാനങ്ങളിൽ ജനങ്ങൾ ഒറ്റപ്പെട്ട് താമസിക്കുകയും അല്ലെങ്കിൽ ജനസാന്ദ്രത വളരെ കുറവായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ജനസാന്ദ്രത ഭൂപടം എല്ലാവരും നിരീക്ഷിക്കും. എല്ലാവരും ജനസാന്ദ്രത ഭൂപടം നന്നായി നിരീക്ഷിച്ചു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം, അവിടെ സൂചകങ്ങൾ കൊടുത്തിട്ടുണ്ട്. മേപ്പിൻ്റെ താഴെയായി സൂചകങ്ങളുണ്ട്. 1 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണമാണ് അവിടെ സൂചകങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം, വിവിധ സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ജനവാസം വളരെ കൂടുതലും ചില സ്ഥലങ്ങളിൽ ജനവാസം കുറവുമാണ്. എന്തായിരിക്കാം ഇതിനുള്ള കാരണങ്ങൾ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ 9ാം ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? എന്തൊക്കെ കൊണ്ടാവാം ജനവാസം കൂടാനും കുറയാനുമുള്ള കാര്യം? അപ്പോൾ എന്തൊക്കെയായിരിക്കും നോക്കിയേ. എന്തൊക്കെയായിരിക്കും കാര്യം? ഒന്ന് ഭൂപ്രകൃതി അല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭൂപ്രകൃതിയാണ് ജനസാന്ദ്രതയെ സ്വാധീനിക്കുന്നത്. 2 കാലാവസ്ഥ. ഓക്കെ, വെരി ഗുഡ്. കാലാവസ്ഥ. അടുത്തെന്താണ്? തൊഴിൽ ലഭ്യത. ഓക്കെ, പിന്നെ വിഭവ ലഭ്യത. ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടാണ് ആൾക്കാർ ചില സ്ഥലങ്ങളിൽ തിങ്ങിപ്പാർക്കുകയും മറ്റു ചില സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട് താമസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ലോക ജനസംഖ്യയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ലോക ജനസംഖ്യാ ദിനം. നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? എല്ലാവരും നമ്മൾ സ്കൂളിലൊക്കെ ആചരിക്കാറുണ്ട്. എന്നാ ലോക ജനസംഖ്യാ ദിനം അറിയാമോ? എന്നാ 11. ശരിയാ, ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനം. അപ്പോൾ എന്തുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭയുടെ വികസന പരിപാടി UNDP എന്തുകൊണ്ടായിരിക്കാം ലോക ജനസംഖ്യാ ദിനത്തിനായി ജൂലൈ 11 തിരഞ്ഞെടുത്തത്? നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അറിയാമോ ആർക്കെങ്കിലും? എന്താണ്? ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞു. ഓക്കെ, വെരി ഗുഡ് അല്ലേ? ലോക ജനസംഖ്യ 1987 ജൂലൈ 11 500 കോടി തികഞ്ഞു. അതിനെ തുടർന്നാണ് നമ്മൾ ലോക ജനസംഖ്യാ ദിനമായി ജൂലൈ 11 തിരഞ്ഞെടുത്തത്. നെയിം ദ ബ്രാഞ്ച് ഓഫ് സോഷ്യൽ സയൻസ് that analyzes population. According to 2011 census, the total population of India is today is observed as World Population Day. According to the United Nations report in 2014, the world population is. Which agency conducted population census in India? Population growth refers to the increase in the number of people in an area within a specific period of time. Population growth refers to the increase in the number of people in an area within a specific period of time. Population growth rate. Population growth rate is indicated in terms of percentage and states in the increase in population in a year as compared to the previous year. ഒന്നുകൂടെ, population growth rate is indicated in terms of percentage and state the increase in population in a year as compared to the previous year. നമ്മൾ പറഞ്ഞു, ഇന്ത്യയിലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് നടന്നത് 1951 പറഞ്ഞു. അവസാനം നടന്നത് 2011. എപ്പോഴാണ്? 1951 മുതൽ 2011 വരെയുള്ള ഇന്ത്യയിലെ ജനസംഖ്യ വളർച്ചാ നിരക്കിനെക്കുറിച്ചുള്ള ഒരു പട്ടികയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. എല്ലാവരും പട്ടിക നന്നായി പരിശോധിക്കുക. ഇത് നമ്മളൊരു ആക്ടിവിറ്റിയാണ്. അതിൻ്റെ താഴെയായി 3 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഡിക്കേഡ് ഹാസ് മാർക്ക്ഡ് ദ മാക്സിമം പോപ്പുലേഷൻ ഗ്രോത്ത്? വിച്ച് ഡിക്കേഡ് ഹാസ് മാർക്ക്ഡ് ദ മാക്സിമം പോപ്പുലേഷൻ ഗ്രോത്ത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രം വിച്ച് ഇയർ ഓൺവേഡ്സ് ഈസ് ദർ ഈസ് എ ഡിക്രീസ് ഇൻ ദ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്? 3, ഹൗ മച്ച് ഡിക്രീസ് ഡിഡ് ദ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് record in the decade 2001-2011? How much decrease did the population growth rate record in the decade 2001-2011? എല്ലാവരും പട്ടിക നോക്കി ഈ 3 ചോദ്യത്തിൻ്റെ ഉത്തരം തയ്യാറാക്കുക. ഓക്കെ, ബർത്ത് റേറ്റ്. ബർത്ത് റേറ്റ് ഈസ് ദ നമ്പർ ഓഫ് ലീവ് ബർത്ത് പെർ 1000. ബർത്ത് റേറ്റ് ഈസ് ദ നമ്പർ ഓഫ് ലീവ് ബർത്ത് പെർ 1000. Death rate. Death rate is the number of death per 1000. Death rate is the number of death per 1000. Migration. Migration is the
സെറ്റിൽമെൻറ്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ റീജിയൻ ടു അനദർ റീജിയൻ. മൈഗ്രേഷൻ ഈസ് എ സെറ്റിൽമെൻറ്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ റീജിയൻ ടു അനദർ റീജിയൻ. ഒരു വർക്ക് തരികയാണ് ഈ പഠിച്ച 3 കാര്യങ്ങളെക്കുറിച്ച്. ജനനനിരക്ക്, മരണനിരക്ക്, കുടിയേറ്റം. ഇൻക്രീസസ്, ഡെത്ത് റേറ്റ് ഡിക്രീസസ്. നമ്മൾ എഴുതി പറഞ്ഞു പോപ്പുലേഷൻ ഇൻക്രീസസ്. ബർത്ത് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ഡെത്ത് റേറ്റ് ഡിക്രീസ് ചെയ്യുന്നു. പോപ്പുലേഷൻ ഇൻക്രീസസ്, ബർത്ത് റേറ്റ് ഡിക്രീസസ്, ഡെത്ത് റേറ്റ് ഇൻക്രീസസ്. വാട്ട് ഹാപ്പൻസ്? ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് ആർ ഈക്വൽ. മൈഗ്രേഷൻ. ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്ത് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു. ഏജ് സ്ട്രക്ചർ. ഏജ് സ്ട്രക്ചർ ഈസ് എ classification of population into different age groups and presenting the ratio of each group in the population. ഒന്നും കൂടെ, ഏജ് സ്ട്രക്ചർ ഈസ് എ classification of population into different age groups and presenting the ratio of each group in the population. ഒരു വർക്ക് തരികയാണ് ഈ പഠിച്ച 3 കാര്യങ്ങളെക്കുറിച്ച്. ജനനനിരക്ക്, മരണനിരക്ക്, കുടിയേറ്റം.